മനസ്സിൻ്റെ പക്വതയാണ് ശരിയായ ആത്മീയത. ജീവിതത്തിൽ സ്വത്തും സമ്പാദ്യവും വാഹനങ്ങളും മറ്റ് സുഖ സൗകര്യങ്ങളും എല്ലാം ആവശ്യമാണ്. പക്ഷേ അവ നേടുന്നതിൽ മാത്രം മുഴുകിയിരിക്കലല്ല മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണുവാനുള്ള മനഃപക്വത വളർത്തിയെടുക്കുന്നതാണ് ശരിയായ ജീവിത വിജയം. അതിനു കഴിയാത്ത വിജയം ഒരു തരത്തിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പരാജയമാണ്. കഴിവുകൾ വളർത്തിയെടുത്തതുകൊണ്ട് മാത്രം നമുക്ക് വിജയം നേടാൻ സാധിക്കുകയില്ല. ഏതു സാഹചര്യത്തിലും മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുവാൻ കഴിയണം. ഇല്ലെങ്കിൽ ഉള്ള കഴിവുകൾ പോലും പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാകില്ല. ജീവിത വിജയം എങ്ങനെ നേടാമെന്ന പുസ്തകം എഴുതി പ്രശസ്തിയും പണവും സമ്പാദിച്ച ഒരു എഴുത്തുകാരൻ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എഴുതിയത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ ജീവിത വിജയം ഉണ്ടാകണമെന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും നേടിയിട്ട് കാര്യവുമില്ല. ഇനി ഗുരുവചനം കേൾക്കാം. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. ശ്രീബുദ്ധൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വഥയതി നിതരാം ജാഢരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വഥയതി നിതരാം ജാഢരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ.